Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ട് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡ്രസ്സിൻ്റെയൊക്കെ, കുർത്തിയുടെയും ടോപ്പിൻ്റെയും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഫിഗറൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടൈം പോകുന്നത് കൊണ്ടിട്ട് ഫിഗറൊക്കെ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളതും ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെൻറ്റ്സ് എഴുതി കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പോർഷനൊക്കെ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിൻസസ് കട്ട് വരുന്ന ആ ഒരു പോർഷൻ പറഞ്ഞു തരണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെൻറ്റ്സിലേക്ക് കടക്കാം, അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നമുക്കിതിന് ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് നമുക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾ എത്രയാണെന്ന് നോക്കുക. ഞാനിവിടെ എഴുതി കൊടുക്കുന്നത് ലെങ്ത് ഒരു 40 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 42 ഇഞ്ച് കിട്ടും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ എത്ര എടുക്കും? ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് എടുക്കാം. ഇപ്പം ഞാനിവിടെ പറയുന്നത് ചെസ്റ്റ് അളവ് ഒരു 36 വരുന്ന സൈസാണ് പറയുന്നത് കേട്ടോ. ആ ഒരു അളവിൻ്റെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് ആം ഹോൾ എഴുതി കൊടുക്കാം. ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ ആം ഹോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് 36 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 36നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 11 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി അടുത്തത് വേസ്റ്റ് ആണ്. ഓക്കെ, വേസ്റ്റ് നമുക്ക് 32 ആണ് വേണ്ടത്. അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് എടുക്കേണ്ടത്. ഇനി അടുത്തത് ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പ് ഇതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഹിപ്പും നമുക്ക് 36 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ സീം എലവൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 36/4 9 പ്ലസ് ഒരു 1.5 ഇഞ്ച് സീം എലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10.5. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് എത്ര ഇറക്കം വേണം എന്നതനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ബാക്ക് നെക്ക് 2.5 ഇഞ്ച്. എല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം മെഷർമെൻറ്റ് ഫുൾ എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്താണ് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്, നമുക്കിവിടെ സ്ലീവ് ഞാൻ വരച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്തും കൂടെ നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്കിപ്പോൾ എത്ര ലെങ്ത് വേണം എന്നുള്ളതനുസരിച്ചിട്ട് ഇവിടെയാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ സീം എലവൻസ് എനിക്കിവിടെ 12 ആണ് വേണ്ടത്. പ്ലസ് ഞാൻ 1 ഇഞ്ച് സീം എലവൻസും കൂടെ കൊടുത്തിട്ട് ടോട്ടൽ 13 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഈ ഒരു കുർത്തി പോർഷനാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ആയിട്ട്, ഇതാണ് ഫോൾഡഡ് പോർഷൻ എന്ന് പറയുന്നത്, എന്ന് എഴുതിയേക്കാവേ. ഇവിടെയാണ് ഫോൾഡ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് മാർക്ക് ചെയ്യണം? ലെങ്ത് മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് 42 ആയിരുന്നു വേണ്ടത്. അപ്പോൾ 42 സീമും കൂടെ ആഡ് ചെയ്തിട്ട് 42 നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെ 42 ഇഞ്ചാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യും. ഷോൾഡർ എത്രയാണ്? 7 ഇഞ്ച്. ഇവിടം മുതൽ ഇങ്ങോട്ടേക്ക് ഷോൾഡർ 7 ഇഞ്ച് നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആം ഹോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അകലമാണ് ആം ഹോൾ എന്ന് പറയുന്നത്. ഷോൾഡറും ആം ഹോളും ഒരേപോലെ വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്, അല്ലാണ്ട് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എത്രയാണ് നമ്മൾ എടുത്തത്? 9 ആയിരുന്നു. സീമും കൂടെ ആഡ് ചെയ്തിട്ട് 11. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ എൻഡ് പോർഷനിൽ നിന്നാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ സീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 11 ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അകലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വേസ്റ്റ് ആണ്. വേസ്റ്റ് നമുക്ക്
10 വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേസ്റ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഹിപ്പാണ്. ഹിപ്പ് നമ്മൾ അതിൻ്റെ താഴത്തേക്ക് മാർക്ക് ചെയ്യാണ്. ഹിപ്പ് നമുക്ക് എത്രയാണ് വേണ്ടത്? 10.5. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 10.5 ഇഞ്ച്. അങ്ങനെ സിമും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 5.5 ആണ്. അപ്പോൾ ഇവിടുന്ന് അതിന് മുന്നേ നമ്മളൊരു കാര്യം നോക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 3 ഇഞ്ച് വരുവേ. ഈ 3 ഇഞ്ച് എടുത്തതിന് ശേഷം നമുക്ക് താഴത്തേക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. അതല്ലേ ബെറ്റർ. ഫ്രണ്ട് നെക്ക് 5.5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5.5 വന്നു. പിന്നെ ബാക്ക് നെക്ക് അത് ഇവിടുന്ന് ഈ ഒരു ഇറക്കം അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഇറക്കമാണ്. അപ്പോൾ ബാക്ക് നെക്ക് എത്രയാണ്? 2.5. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാവേ. 2.5 ഇഞ്ച്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 2.5. നെക്കിൻ്റെ വിഡ്ത്ത് 3 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് പിന്നെ സ്ലീവിൻ്റെ പോർഷനാണ്. അത് നിൽക്കട്ടെ, നമുക്ക് പറയാം. ഈ ഒരു കട്ടിങ്ങും കൂടെ പറയണമല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് പ്രിൻസസ് കട്ടിൻ്റെ ഈ ഒരു പോർഷനാണ്. ഇതിന് നമ്മളിതാ ഈ ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ ഇവിടെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബസ് പോയിന്റ് ആണ്. നമ്മുടെ നിപ്പിൾ പോയിന്റ് ഒക്കെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ എവിടം വരെയുള്ള ആ ഒരു പോയിന്റ് നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായോ? ഇവിടെ ആയിട്ടിപ്പോൾ നമ്മൾ നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി രണ്ട് നിപ്പിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിപ്പിൾ പോയിന്റും ഡിസ്റ്റൻസും മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഇവിടുന്ന് ഇവിടം വരെ ചെസ്റ്റ് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അവിടുന്ന് ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് നിപ്പിൾ പോയിന്റ് വേണം. നിപ്പിൾ പോയിന്റ് എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് നോക്കുക. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിപ്പിൾ പോയിന്റ് വന്നു, ഓപ്പോസിറ്റ് പൊസിഷനിൽ നമുക്ക് വരും. അപ്പോൾ നമ്മൾ നിപ്പിൾ പോയിന്റ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഡാറ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെയാണ് താഴത്തേക്കും വരുന്നത്. അര ഇഞ്ചാണ്. ഇങ്ങോട്ടേക്ക് അര ഇഞ്ച്, ഇങ്ങോട്ടേക്ക് അര ഇഞ്ച്, ടോട്ടൽ 1 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നിപ്പിൾ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ ആം ഹോളിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ടോപ്പ് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ആം ഹോളിൻ്റെ ഇവിടെ ഫ്രണ്ട് കുറച്ച് നമ്മൾ ഇറക്കിയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ആം ഹോളിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കട്ടിങ് നേരെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ടിലുള്ള കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. താഴത്ത് നിങ്ങൾക്ക് എത്ര വിരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്ലെയർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ് വരുന്നത്. സ്ലീവിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് സ്ലീവിൻ്റെ ലെങ്താണ്. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ ഇതൊരു ഫോൾഡാണ് കേട്ടോ. മെറ്റീരിയൽ ഇപ്പോൾ 2 സ്ലീവിനും കൂടി ആണെങ്കിൽ നമ്മൾ 4 ആയിട്ട് ഇതേപോലെ സ്ക്വയർ പീസിൽ ഫോൾഡ് ചെയ്യും. ഒരെണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് സ്ക്വയർ പീസിൽ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോൾഡഡ് പോർഷനിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ലെങ്ത്, സ്ലീവിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 13 ഇഞ്ച്. ഇവിടെ നിന്ന് ഇവിടം വരെ 13 സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 13 ഇഞ്ച്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് ബൈ 4, പിന്നെ അതിൻ്റെ കൂടെ +1 ഇഞ്ച് സീമും കൂടെ ആഡ് ചെയ്യും. അതാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് ചെസ്റ്റ് ബൈ 4 എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് നമുക്കൊരു 3 ഇഞ്ച് കൈക്കുഴിക്ക് കൊടുക്കാം. 3 ഇഞ്ച് കൈക്കുഴിക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ സ്ലീവ് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ. ഓപ്പൺ പോർഷനാണ്. അവിടെ നിങ്ങൾക്ക് എത്ര വണ്ണം എന്ന് നോക്കുക. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ 3 കുഴിച്ചിട്ടുള്ളത് ബാലൻസ് ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് കുർത്തിയുടെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ വരുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.